നമുക്കിന്നൊരു പാർട്ടി മേക്കപ്പ് ലുക്ക് ആയാലോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത്. ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സൈനുവിന്റെ മോയ്സ്ചറൈസർ ആട്ടോ ഇടുന്നത്. എന്തായാലും ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടാവണം ഒരു മേക്കപ്പ് തുടങ്ങുന്നതിന്റെ മുന്നേ, അല്ലെങ്കിൽ നമ്മളെ ബേസ് ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ. അപ്പോൾ ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി മസാജ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലിഡ്സിൽ ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഐ ഷാഡോ എടുത്ത് കാണിക്കും, അതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്യണത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിറ്റ്മീൻ്റെ കോമ്പാക്ട് പൗഡറാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐബ്രോസ് ആണ്. അപ്പോൾ ഐബ്രോസ് ഞാനൊരു ഐബ്രോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു 3 ഷെയ്ഡാണ്. 3 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്താകട്ടെ നമ്മുടെ ഫേസിന് ഒരു എടുപ്പ് തോന്നിക്കുക. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഐബ്രോസ് ലിപ്സ്റ്റിക് ഇട്ടാൽ നമ്മുടെ ഫേസിൽ ഒരു ചേഞ്ച് അറിയാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് അതൊന്ന് കോംബ് ചെയ്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഐ ഷാഡോ ചെയ്യാൻ പോവാണ്. ഐ ഷാഡോക്ക് വേണ്ടി ഞാനൊരു ന്യൂഡ് പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം നമ്മുടെ ഐലിഡ്സിൽ മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഷെയ്ഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. രണ്ട് കണ്ണിന്റെ ഐലിഡ്സിലും നമ്മൾ ഒരേപോലെ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന കളറാണ് ഒരു പേർപ്പിൾ കളറാട്ടോ. അത് നമ്മൾ അത്ര അങ്ങോട്ട് കയറ്റി ഇടേണ്ട ആവശ്യമില്ല, താഴെ മാത്രമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രീസിലോട്ട് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു മെറൂൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ആ പേർപ്പിൾ ആയിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോകണം. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് കിട്ടും അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഈ ബ്ലെൻഡിങ് ആണ് ഐ മേക്കപ്പിന്റെ കീ എന്ന് പറയുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ ഒരു ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ക്രീസും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലൊരു ഗ്ലിറ്റർ പോലെ കൊടുക്കാം. നമ്മൾ ഭയങ്കര ഗ്ലിറ്റർ ആയിട്ട് കൊടുക്കണില്ല, ഒരു പേർപ്പിളും സിൽവറും കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മളത് ഐലിഡ്സിൽ നടുക്കായിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിന് ഒരു എടുത്ത് നിൽക്കണ പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ മസ്കാരയാണ് അപ്ലൈ ചെയ്യണത്. ഹൈപ്പർ കൺ മസ്കാരയാണ്, മേബിലിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. നിങ്ങൾക്ക് വാഷബിൾ ആയിട്ടും നിങ്ങളെ കയ്യിലുള്ള ഏത് മസ്കാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഫേസ് മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. ആദ്യം നമ്മൾ പ്രൈമറാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഐഷാഡോ യൂസ് ചെയ്തിട്ടുള്ള ഫോൾ ഔട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഫേസ് മേക്കപ്പിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ പ്രൈമർ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് പോഴ്സ് ഉള്ള ഏരിയയിലാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ കളർ കറക്ഷൻ ചെയ്യാൻ പോവാണ്. ബ്ലാക്ക് കളറിൽ നമ്മുടെ പിഗ്മെന്റേഷൻ ഉള്ള സ്ഥലത്താട്ടോ ഈ കളർ കറക്ഷൻ ചെയ്യേണ്ടത്. എനിക്ക് മൗത്തിന് ചുറ്റും, കണ്ണിന്റെ താഴെ, പിന്നെ കുറച്ച് പിമ്പിൾസ് പോയ സ്ഥലങ്ങളിലുള്ള പാടുകളായിട്ട് മാറിയിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ആക്റ്റീവ് പിമ്പിൾസിന്റെ മേലെ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റും ഇടാത്തതാണ് നല്ലത്. അപ്പൊ ഇത് നന്നായിട്ട് നമ്മളൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ആ ഇട്ട സ്ഥലത്ത് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ പിഗ്മെന്റേഷനൊക്കെ ഒന്ന് ഹൈഡായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷ് തരും നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ. ഇനി നമ്മളിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. മസ്റ്റായിട്ടും ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ മുന്നേ ലിപ് ബാം ഇട്ടിട്ടുണ്ടാവണം. ഇനി നമ്മൾ ഈ കളർ കറക്ഷൻ ചെയ്തതൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ലല്ലോ. അതിന് വേണ്ടി ഒരു ലൂസ് പൗഡർ എടുത്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ ആട്ടോ യൂസ് ചെയ്യണത്. നമ്മൾ മേബിലിൻ ഫിറ്റ്മീൻ്റെ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത്ര സ്പീഡിൽ കാണുന്നത്. നമ്മൾ നന്നായിട്ട് സ്ലോ ആയിട്ട് ടൈം എടുത്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴേ അതിൻ്റെ ഒരു ഫിനിഷ് വരുള്ളൂ. പിന്നെ ഇട്ട് ഉരയ്ക്കാൻ പാടില്ല. നമ്മൾ ഒന്ന് ഡാബ് ചെയ്തിട്ട് ആണ് ഫൗണ്ടേഷൻ ഇടേണ്ടത്. നമ്മൾ ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇട്ട് ഉരക്കണ പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടത് മാത്രം അപ്ലൈ ചെയ്യുക. ഒരുപാട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നതാവും നല്ലത്. ഞാൻ എൻ്റെ ഫോർഹെഡിൽ അധികം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ കവിളിനെക്കാട്ടിലും കുറച്ച് ഡള്ളാണ് എൻ്റെ ഫോർഹെഡ് വന്നിട്ട്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ഡോട്ട് ഇട്ടിട്ട് അത് ബ്ലെൻഡ് ചെയ്യാണ് ചെയ്യുക.
പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഒന്ന് അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാണ്. കാരണം എക്സ്ട്രാ എവിടെയെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ബ്യൂട്ടി ബ്ലെൻഡർ അബ്സോർബ് ചെയ്തോളും. അതിനാണ് നമ്മളിതൊന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി എല്ലാം റെഡി ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ബ്ലഷ് ഇടുക. ബ്ലഷ് ഇടുമ്പോൾ ഞാൻ ക്രീം ബ്ലഷാണ് ഇൻസൈറ്റിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ബ്ലഷാട്ടോ അത്, നല്ലൊരു ഡ്യൂയി ഫിനിഷ് തരുന്ന ബ്ലഷാണ്. അത് നമ്മൾ ചീക്ക് ബോണിൽ നിന്ന് നെറ്റിക്ക് വരുന്ന പോലെ ഒരു സി ഷേപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ചിന്നിലും നോസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ ഇതൊന്ന് ഈ മേക്കപ്പ് ഒന്ന് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ലൂസ് പൗഡർ ആയാലും മതി, പക്ഷെ എനിക്ക് കുറച്ചുകൂടി കവറേജ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുള്ളത് കോമ്പാക്ട് പൗഡർ ഇടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്റർ ഇടാൻ പോവാണ്. ഇതൊരു ഹൈലൈറ്റർ പാലറ്റ് ആട്ടോ. ഹൈലൈറ്ററും ബ്ലഷും കോണ്ടോറും ഉള്ള ഒരു പാലറ്റാണ്, മാഴ്സിന്റെ ആണ്. ഇതിൽ ഒരു 2 ഹൈലൈറ്റർ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കവിളിലും നോസിലും ചിന്നിലും ഒക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അതും ഒന്നൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലിപ് ബാം തുടച്ച് കളഞ്ഞിട്ട് ലിപ് ലൈനർ ഇടാൻ പോവാണ്. ഇതാണ് ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ലിപ് ലൈനർ കേട്ടോ. മെറൂൺ ഷെയ്ഡാണ്. നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും. ഈ 2 ലിപ്സ്റ്റിക് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത് ഒന്ന് ഡാസ്ലറിന്റെയും ഒന്ന് മൈഗ്ലാമിന്റെ ലിപ്സ്റ്റിക് ആണ്. ഒന്ന് ബ്രൗൺ കളർ, ഒന്നൊരു ഓറഞ്ച് ഷെയ്ഡും. രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഷെയ്ഡ് കിട്ടും. ഇനി നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു മെറൂൺ ഷെയ്ഡില്ലേ, അതെടുത്തിട്ട് നമ്മൾ കണ്ണിന്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ കാജലൊന്നും ഇടണില്ല. ഈ കാജൽ ഇടുന്നതോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ. ഇഷ്ടമുള്ളവർക്ക് കാജലിട്ട് ഫിനിഷ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ നമ്മൾ ബ്ലഷ് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൗഡർ ബ്ലഷും കൂടി അതിന് മേലെ ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഐലാഷസ് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഐലാഷസ് ഇല്ലെങ്കിലും മസ്കാര അടിപൊളിയായിട്ട് ഇട്ടിട്ടാൽ മതി. ഇത് ഐലാഷസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. ഒരു ഗ്ലൂ എടുത്തിട്ട് നമ്മൾ ഐലാഷസ് ഫിക്സ് ചെയ്തു. ഇത് കുറച്ച് ഇടങ്ങേറുള്ള പണിയാണ്, അതാണ് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ശരിക്കും നമ്മൾ ഇന്നർ കോർണേഴ്സിൽ ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ഐലൈനർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. എൻ്റെ ഐലൈനർ കാണാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഹൈലൈറ്റർ എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിനും ഐബ്രോസിൻ്റെ താഴെയും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മേക്കപ്പ് ഫിക്സർ ആണ്. ഇത് നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ടാവണം. കാരണം നമ്മളെ മേക്കപ്പ് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ഫിക്സർ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.